അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ബീൻസ് ഉപ്പേരിയും കുറച്ച് ഇറച്ചിയും പൂളയുമാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്കൊക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും എൻ്റെ വീഡിയോകൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ജോലികൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ വേസ്റ്റുകളൊക്കെ നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ ഇട്ട് കൊടുക്കും. നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ജോലികൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണം നൽകും. ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. ഒരുപാട് ജോലികൾ നമുക്ക് എളുപ്പമാക്കാം. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകളൊക്കെ പറയാം. നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്യുമ്പോൾ, നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പാകുമ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തു കൂടെ ഇങ്ങനെ വിതറിയിടും. അപ്പോൾ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ബീൻസ് ഉപ്പേരി നല്ല തേങ്ങയും പച്ചമുളകൊക്കെ ഇട്ട് നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കാനാണ് പോകുന്നത്. ഇത് വേവായതിന് ശേഷം നമുക്ക് ഇത് ചെറിയുള്ളി വറുത്തിട്ടാണ് നമ്മൾ ഇടുന്നത്. കുറച്ച് തേങ്ങയും പച്ചമുളകൊക്കെ നമുക്ക് ചതച്ചിടാനുണ്ട്. അപ്പോൾ ആദ്യം ഉള്ളി വഴറ്റിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് കടുകിട്ട് കണ്ടും വേവിക്കാറുണ്ട്. ഞാൻ ഉള്ളി ഇട്ടാണ് കൂടുതൽ ടേസ്റ്റ് നമുക്ക് ഉള്ളി ഇട്ടാനാണ് കേട്ടോ. അപ്പോൾ ഉള്ളി നമ്മളൊരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വറുക്കാനായി ഇട്ടിട്ടുണ്ട്. ഉള്ളി മൂപ്പായതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. ഇത് നമ്മൾ കഴുകി വെച്ച അതിലുണ്ടാകുന്ന ആ വെള്ളം മാത്രം മതി. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ആവിയിൽ വേവിച്ചെടുത്താലാണ് ടേസ്റ്റ്. നമ്മൾ ബീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴുകി വെച്ച ബീൻസ് അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേവായതിന് ശേഷമാണ് തേങ്ങയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്താൽ അതിന് പ്രത്യേക ടേസ്റ്റുണ്ട്. തേങ്ങയും പച്ചമുളകൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ബീൻസ് ഏകദേശം നമുക്ക് പെട്ടെന്ന് വേഗം ബീൻസ് ഒരു 5 മിനിറ്റൊക്കെ മൂടി വെച്ചാൽ ആവിയിൽ വേഗം 5-8 മിനിറ്റ്. അപ്പോൾ നമ്മൾ ഇത് വേവായതിന് ശേഷം ഈ പച്ചമുളകും തേങ്ങയിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി ചൂടായാൽ മതി. നല്ല പോലെ എല്ലാ ഭാഗവും ഒന്ന് ചൂടായാൽ മതി കേട്ടോ. അതോടുകൂടി നമ്മൾ ഓഫ് ചെയ്യണം. കുറേ സമയം ചൂടാക്കിയാൽ ടേസ്റ്റ് കുറയും. നമ്മളെ ബീൻസ് ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പച്ചമുളകും തേങ്ങയൊക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കും. നല്ല ടേസ്റ്റിയായ ബീൻസ് ഉപ്പേരി, നല്ല കാൽസ്യമുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും കഴിക്കാം. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കും. നമ്മൾ 1/2 കിലോ ബീഫ് വെച്ചിട്ട് കപ്പയും ബീഫും വെക്കാൻ പോവുകയാണ്. വന്ന് നമുക്ക് കപ്പയും ബീഫും ആണ് കേട്ടോ. 1/2 കിലോ ഞങ്ങൾ 3 പേരുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് മതി. ഇതിലേക്ക് വലിയ ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലി വലിയ 2 ടീസ്പൂൺ നിറച്ച് 2 ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി ഇട്ടിട്ട് ഒരു വിസിൽ വന്ന് ഒരു 5-8 മിനിറ്റ് സിമ്മിലിട്ട് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ അതിലേക്ക്, അപ്പോൾ ഏകദേശം ഒരു വേവായി കിട്ടും. കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇത് ആദ്യം നമ്മളിങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ വലിയ ജീരകം ഉപ്പിട്ടുകൊണ്ട് നമ്മൾ ഒരു 1/2 വേവ് 3/4 വേവൊക്കെ വേവിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് പൂളിട്ട് കൊടുക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് അധികം ഇട്ട് ഇത് കുഴപ്പമൊന്നുമില്ല. ഇനി പൂളൊക്കെ ഇടാനുള്ളതുകൊണ്ട് നമ്മളിതൊന്ന് ഇളക്കി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നിരുന്നു. മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഇടാൻ മറന്നതാണ്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട്, വെള്ളം ഉണ്ടായത് കുഴപ്പമില്ല. നമുക്കിത് പൂളൊക്കെ ഇടാനുള്ളതാണ്. ഇതിൽ നമ്മൾ എല്ലാ ജോലികളും നല്ല രാവിലെ തന്നെ നമ്മളെ വീടൊക്കെ നല്ല പോലെ ക്ലീനാക്കി വൃത്തിയാക്കി വെച്ചാൽ നമുക്ക്
പിന്നെ വീണ്ടും നമ്മൾ നമ്മളെല്ലാ ജോലികളൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ട് നമ്മൾ അതിലേക്ക് എല്ലാ ചവറുകളൊക്കെ അതിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മളെ ജോലി കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം ലാഭിക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിലും. അതേപോലെ നമ്മൾ അടുക്കളയൊന്നും വൃത്തികേടാവില്ല. നമുക്കത് പെട്ടെന്ന് ആ ന്യൂസ് പേപ്പർ ഒന്ന് മടക്കി ചുരുട്ടി കൊണ്ട് ഈ വേസ്റ്റ് ബക്കറ്റിൽ ഉപേക്ഷിച്ചാൽ മതി. എവിടെയും ഒരു വൃത്തികേടും. നമ്മളെന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വൃത്തികേടായത് വീണ്ടും വീണ്ടും നന്നാക്കി കൊണ്ടേയിരിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും നമ്മൾ പെണ്ണുങ്ങൾ ഒരുപാട് ജോലി ചെയ്യുന്ന അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ സമയം ലാഭിക്കാൻ നല്ലതുപോലെ കണ്ടെത്തണം. നമുക്ക് രാവിലെ തന്നെ നമ്മളെ വീടൊക്കെ ക്ലീനാക്കി വെച്ചാൽ നമുക്ക് ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോഴൊക്കെ നമുക്ക് നല്ല വൃത്തിയോടെ നിൽക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ തന്നെ നമ്മൾ തലയൊക്കെ നനച്ച് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നീർക്കെട്ടുകൾ, അലർജി സംബന്ധമായ അസുഖങ്ങളൊന്നും വരില്ല നമുക്ക്. അപ്പോൾ ഈ ചെറിയ ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ഇറച്ചിയും പുളിയിലേക്ക് തൊലിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതാണ്. നമ്മളെ പൂളയൊക്കെ തൊലിച്ച് നുറുക്കി ഉള്ളിയൊക്കെ അരിഞ്ഞപ്പോൾ നല്ല പേപ്പറെല്ലാം ചുരുട്ടി മടക്കി എടുത്തു. അവിടെ ഒന്നും തന്നെ ആയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്താൽ നമുക്കൊരുപാട് സമയം ലാഭിക്കാം. ഇതിന് നമ്മൾ ഒരു വേസ്റ്റ് ബക്കറ്റിലേക്ക് കൊണ്ടിടാം. അപ്പോൾ നമ്മളെ പൂളയൊക്കെ തൊലിച്ച് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ പൂള നുറുക്കി വെച്ചതും ചെറിയുള്ളി, വെളുത്തുള്ളിയൊക്കെ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടില്ലേന് അത് ചതച്ചും ഇതും ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് നേരത്തെ ഈ ബീഫ് വേവിച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൂളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം നമ്മളില്ല എങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇല്ല, നമ്മൾ ഇറച്ചി വേവിച്ചപ്പോൾ തന്നെ വെള്ളം ഉണ്ടെങ്കിൽ അത് മതി. ഇനി നമ്മൾ ഇത് ഒരു വിസിൽ വന്ന് ഒരു 3-4 വിസിൽ വരുന്നവരെ സിമ്മിലിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മളെ ബീഫും പൂളയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് ചെറിയുള്ളി, കറിവേപ്പിലിട്ട് മൂപ്പിച്ചെടുക്കാൻ പോവാണ്. നമ്മൾ അത്യാവശ്യം എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇറച്ചി, പൂള അങ്ങനെ കൂട്ടാനുകളൊക്കെ വെക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ മൂപ്പായിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ടുകൊണ്ട് നമ്മൾ ഇനി ആ പൂളയൊക്കെ ഇട്ട് നല്ലപോലെ കുത്തിയുടച്ച് കൊടുക്കണം. നമ്മളെ ബീഫും പൂളയും റെഡി ആയിട്ടുണ്ട്. നല്ല നെയ്യൊക്കെ ഉള്ള ഇറച്ചിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ പൂള നല്ല പൊടിയില്ല, നല്ല വേവണ പൂളയാണ്. എന്നാലും നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കാം. എല്ലാവരും മല്ലിയും മുളകും കുരുമുളകും ചെറിയുള്ളി, വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഇട്ട് നമ്മൾ വേവിച്ചെടുത്ത ഇറച്ചിയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.